ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതൊരു രണ്ടാമത്തെ ലോങ് വീഡിയോ ആണ്. അങ്ങനെ ഞാൻ ലോങ് വീഡിയോസ് ഇടാറേ ഇല്ല, മൊത്തം ഷോർട്സ് ആണ് ഇടാറ്. ചിലപ്പോൾ ഡാൻസ് റീൽസ് ഇടാറുണ്ട്, ക്രാഫ്റ്റുകൾ അങ്ങനെ ഒരെണ്ണം ഇട്ടിട്ടുണ്ട്, ഒരു ജമന്തിപ്പൂവിൻ്റെ. ഞാനത് ഭയങ്കര ആസ്വദിച്ച് എഡിറ്റ് ചെയ്തൊരു വീഡിയോയാണ്. അത് നിങ്ങൾ തീർച്ചയായും കണ്ടു നോക്കുക. ഞാൻ കമൻറ്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷനിലോ കാണും പിൻ ചെയ്യാം. പിന്നെ ഞാനൊരു ലോങ് വീഡിയോ ഇട്ടിട്ടുള്ളതെന്ന് പറയുന്നത് ഒരു സ്കിൻ കെയറിൻ്റെ റിവ്യൂ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം 1 വർഷമായി. ബട്ട് അതിൽ ഞാൻ വളരെ വലിയ ഗ്യാപ്പ് എടുത്തിട്ടാണ് ഞാൻ ഓരോ വീഡിയോസ് ഇടാറ്. കാരണം എനിക്കങ്ങനെ ഞാൻ ചുമ്മാ ടൈം പാസിന് ചെയ്യുന്നതാണ്. എനിക്കിതൊരു പാഷനായിട്ട് എന്ന് തോന്നിയാൽ എനിക്കിഷ്ടമാണ് സംസാരിക്കാൻ, എനിക്ക് വീഡിയോസ് ഇടാൻ ഇഷ്ടമാണ്, എനിക്ക് ചെറിയൊരു യൂട്യൂബർ ആയിക്കൊള്ളാമെന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പക്ഷേ അത്ര എഫേർട്ട് എടുത്ത് ചെയ്യാനുള്ള സമയം ഉണ്ട്, എന്നാലും ഞാനങ്ങനെ ചെയ്യാറില്ല. എനിക്ക് തോന്നപ്പോൾ ഇത്തിരി ഒരു ഇതൊക്കെ തോന്നപ്പോഴത്തേക്കും ഞാൻ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ചെയ്യും, ഡാൻസ് വീഡിയോ, പിന്നെ എന്തെങ്കിലും ഗെറ്റ് ആൻഡ് റെഡി വിത്ത് മീ ഒന്നും ഇട്ടിട്ടുണ്ട്. അങ്ങനെ കുറേ കുഞ്ഞു വീഡിയോസാണ് ഇടാറ്. മിക്കതും നമ്മളെന്തെങ്കിലും ഡയലോഗ് ഒരാൾ ചെയ്ത് നമ്മൾ ഡബ് ചെയ്യത്തില്ലേ, അങ്ങനെയാണ് ഞാൻ മിക്കതും ചെയ്യാറുള്ളത്. പിന്നെന്ന് പറയുന്നത് എൻ്റെ റൂം ക്ലീനിങ് ആണ്. റൂം ക്ലീനിങ് എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ പൊന്നോ, ഇത് റൂം ക്ലീനിങ് എന്നല്ല പറയുന്നത്. കാരണം എനിക്കറിയത്തില്ല ഇതെങ്ങനെ വൃത്തിയാക്കി എടുക്കുമെന്ന്. കാരണം ഞാൻ അങ്ങനെ ക്ലീൻ ചെയ്യാത്തൊരാളാണ്. അത് മടിയായിട്ടാണെന്ന് പറഞ്ഞാലാണ്, ബട്ട് അത്രയ്ക്ക് വൃത്തിയുടെയൊന്നും ആവാറില്ല. ഒരു 1 മന്ത് കൂടപ്പോഴൊക്കെ ആയിരിക്കും ഞാൻ വൃത്തിയാക്കാറ്. ബട്ട് ഇപ്പോൾ ചെയ്യുന്നത് കുറേ നാളായി ചെയ്തിട്ട്. കാരണം ഈ റമദാന് മുമ്പങ്ങാണ്ട് എപ്പോഴോ ചെയ്തതാണ്. അപ്പോൾ നല്ല വൃത്തിയായിട്ട് കിടക്കുകയാണ്. കുറേ പൊടിയും അഴുക്കും, അവിടെ തുണി ഇവിടെ തുണി, അവിടെ തുണി, മൊത്തം തുണികളും. പിന്നെ തുടച്ചിട്ട് കുറേ നാളായി. അപ്പോൾ തുടയ്ക്കുകയും തൂക്കുകയും ജനലൊക്കെ ഒന്ന് തൂക്കുകയും എല്ലാം ചെയ്യണം. അപ്പോൾ അതൊക്കെ ചേർന്നൊരു വീഡിയോ ആണ് ഇത്. എനിക്ക് എവിടെ നോക്കണ്ടേന്ന് അറിയത്തില്ല. ആദ്യമായിട്ട് അങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെന്നല്ലാതെ എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അപ്പോൾ ഞാൻ ചിലപ്പോൾ എൻ്റെ മുഖത്തോട്ട് നോക്കുന്നു, ക്യാമറയിലോട്ട് നോക്കുന്നു. അതാണ് ഇങ്ങനെ കണ്ണുകളാണ് അനങ്ങുന്നത് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടിട്ട് വരും. അപ്പോൾ ഇത്രയും അലങ്കോലമായിട്ട് കിടക്കുന്നൊരു റൂമാണ് ഗായ്സ്. ഞാനത് വൃത്തിയാക്കി തൂത്ത് തുടച്ച് ഞാൻ ഇങ്ങനെ ആക്കി എടുത്തത്. എനിക്കേ അറിയാവൂ അതിൻ്റെ കഷ്ടപ്പാട്. ഹായ് ഗൈസ്, അപ്പോൾ ഞാൻ എല്ലാ സാമഗ്രികളുമായി വന്നിട്ടുണ്ട്. മോപ്പ്, അതിൻ്റെ ബക്കറ്റ് പോലത്തെ സാധനം, പിന്നെ ചവറൂരി, ചൂല് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ കണ്ണ് തള്ളിയിരിക്കുകയാണ്. ഞാനിതെങ്ങനെ വൃത്തിയാക്കുമെന്ന് ആലോചിച്ചിട്ട്. അപ്പം നമുക്ക് ആദ്യം ഇവിടെ അകത്തുള്ളതെല്ലാം പുറത്തോട്ട് മാറ്റാം. സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തോട്ട് വെച്ചു. പിന്നെ താഴെ ഒരു റിമോട്ടും പിന്നെ എൻ്റെ പാവക്കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് എൻ്റെ കട്ടിലോട്ട് ഇട്ടു. പിന്നെ രാവിലെ ബ്രഷ് ചെയ്തിട്ട് വെച്ചിരുന്ന ബ്രഷും പേസ്റ്റൊക്കെ കവറിലിട്ട് അലമാരിയിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം എടുത്തിട്ട് വന്നാലോ. അപ്പം നമ്മൾ പോയി വെള്ളവും സർഫൊക്കെ ഇട്ട് ഒരു മിശ്രിതം എടുത്തോണ്ട് വന്നു. ഇനി നമുക്ക് തൂത്ത് തുടങ്ങാം. അപ്പം ഇനി അത് ചെയ്തിട്ട് ബാക്കി തൂക്കാം. ഭയങ്കര ചൂട്. ടോപ്പിലുണ്ട്, പക്ഷേ
By the way, this is my cute little money plants. അപ്പോൾ ഗായ്സ് ഫൈനലി നമ്മളെല്ലാം തൂത്ത് കഴിഞ്ഞു. പിന്നെ ചവറൊക്കെ കൊണ്ട് പുറത്ത് കളഞ്ഞു. പിന്നെ നമ്മുടെ യുദ്ധം തുടങ്ങാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. തുടയ്ക്കുക എന്ന യുദ്ധം ഇതൊരു നീണ്ടു നിവർന്ന യുദ്ധമാണ്. കാരണം എനിക്ക് പേഴ്സണലി ഒട്ടും ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ ഒട്ടും ഇഷ്ടമല്ലാത്തൊരു ജോലിയാണ് ഈ തുടയ്ക്കുക എന്ന് പറയുന്നത്. എന്നാലും എനിക്ക് തുടയ്ക്കേണ്ട സാഹചര്യങ്ങൾ പല വിധത്തിലും പലതരത്തിലും വരുന്നത് കൊണ്ട് തന്നെ ഞാൻ നിർബന്ധിതമായോ അല്ലാതെയോ തുടയ്ക്കാറുണ്ട്. അപ്പോൾ അത് എൻ്റെ ഒരു ഡെയിലി റുട്ടീൻ എന്ന് വേണമെങ്കിൽ പറയാം. വീടായിക്കോട്ടെ എൻ്റെ റൂമായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ ഞാൻ തുടയ്ക്കാറുണ്ട്. പക്ഷെ എനിക്കതൊട്ടും ഇഷ്ടമല്ല. അപ്പോൾ ഒന്നാമതേ ഇതിന് ചെറിയൊരു കംപ്ലൈൻ്റ് ഉണ്ട്. അതോടെ മാറ്റും, അല്ലെങ്കിൽ ഞാൻ ഈ ജോലി തന്നെ രാജിവെക്കും. അത് വേറൊരു കാര്യം. കാരണം ഞാൻ ഈ വീട് തുടയ്ക്കാറുണ്ട്. വീക്കിലിയോ അല്ലെങ്കിൽ 2 വീക്ക് കൂടുമ്പോഴോ ഒക്കെ തുടയ്ക്കാറുണ്ട്. അപ്പോൾ ഇത്രയും തുടച്ചിട്ട് അതിൽ നിന്നൊക്കെ എണീക്കാൻ പറ്റുന്ന പാട് എനിക്കറിയാം. നിങ്ങൾ കണ്ടില്ലേ ഗൈസ്, കട്ടിലൊക്കെ കൈയൊക്കെ കുത്തി പിടിച്ചാണ് ഞാൻ എണീക്കുന്നത്. പിന്നെ കഥയൊക്കെ കുറ്റിയിട്ട് ബാക്കി തുടച്ചു. ബായ്. അപ്പോൾ ഗൈസ് ഞാൻ വീണ്ടും വന്നിരിക്കുന്നു. അപ്പോൾ ഗായ്സ് ഈ വൃത്തിയാക്കാൻ നേരത്ത് പുറത്ത് എല്ലാ സാധനങ്ങളും ഡ്രസ്സൊക്കെ ഹാങ് ചെയ്യുന്ന ക്ലോസറ്റും, പിന്നെ ക്ലോസറ്റ് മീൻസ് ഈ സ്റ്റാൻഡും, ദെൻ ഒരു കസേരയും അതിൽ കുറച്ച് സാമഗ്രികളും, പിന്നെ തറയിൽ ഉള്ള സാധനം ഉണ്ടല്ലോ, എന്താ പറയുന്നത്, ഈ വേസ്റ്റ് ബാസ്ക്കറ്റിൽ നിന്ന് ഈ നമ്മൾ യൂസ് ചെയ്ത മെഷീൻ്റെ ക്ലോത്തൊക്കെ ഇല്ലേ, അതൊക്കെ ഇട്ട് വയ്ക്കുന്ന ഒരു ബാസ്ക്കറ്റുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് നമ്മളെന്താണ് ചെയ്യുന്നത്, എടുത്തകത്തേക്ക് വയ്ക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വലിയ കടമ്പയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് എന്താണെന്നറിയത്തില്ല, എനിക്കിങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു ക്രിഞ്ച് അടിക്കുന്നു. കാരണം ഞാൻ ഇങ്ങനെ ലോങ് ആയിട്ട് ഞാൻ ഇതുവരെ സംസാരിച്ചിട്ടില്ല നിങ്ങളുടെ അടുത്ത്. ബട്ട് ഐ എം വെരി ഹാപ്പി ടു ടോക്ക് ടു യു. അങ്ങനത്തെ കസേരയിലുള്ള ഓരോരോ സാധനങ്ങളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ടവലും പിന്നെ ഒരു 100,000 ഷാളുകളും, അതിനോടൊപ്പം ഒരു യൂസ് ചെയ്ത് കഴുകാൻ വേണ്ടി ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കുന്ന ഒരു ബെഡ്ഷീറ്റൊക്കെ ഉണ്ട്. പിന്നെ ഒരു കിഡിലൻ ക്രാഫ്റ്റ് ഉണ്ട്. ഇത് ഞാൻ ടിഷ്യൂ പേപ്പറും വൈറ്റ് പേപ്പറും പിന്നെ കളേർഡും കാർഡ്ബോർഡും ഒക്കെ വെച്ച് ചെയ്തതാണ്. അത് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ വേണമെങ്കിൽ പറയാം. പിന്നെ ഇതൊരു കിഡിലൻ ഹീറ്ററാണ്, ഒരു ബ്ലോയർ. അതിൻ്റെ കാര്യം റിവ്യൂ ഞാൻ പിന്നെ ഇടാം. പിന്നെ അവിടെ ഒരു പന്നലായ സ്ക്രഞ്ചീസും ഒരു കിഡിലൻ വാച്ചും പിന്നൊരു ബണ്ണും കുറേ ക്ലിപ്സൊക്കെ ഉണ്ടായിരുന്നു. ആ വാച്ച് എൻ്റെ ഓർമ്മയിൽ ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു. എത്ര വെള്ളം നിറഞ്ഞാലും ഒരു കുഴപ്പമില്ലാത്തൊരു വാച്ചാണതെന്ന്. പിന്നെ അവിടെ ഒരു ഡെപ്പേ ഇപ്പം കണ്ടില്ലേ, അതെന്ന് പറയുന്നത് കുറേ സ്റ്റിക്കേഴ്സാണ്. പിന്നെ ഈ ഒരു കാർഡ്ബോർഡിൻ്റെ ചുറ്റുമാണ് ഞാൻ ഈ സ്ലൈഡുകളെല്ലാം ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കുന്നത്. അപ്പം മിസ്സായി പോവുകയില്ല. പിന്നെ എൻ്റെ നടുക്കാണ് ഞാനൊരു ദിവസം ഫൗണ്ടേഷൻ മിക്സ് ചെയ്തത്, വേറെ കാര്യം. പിന്നെ ഇതും ഒരു വേറെ ക്രാഫ്റ്റാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാനൊരു കുഞ്ഞൊരു ഷോർട്സ് ആയിട്ട് ചെയ്യാം. ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഇതൊക്കെ എടുത്ത് ഞാൻ അലമാരി വെച്ചു, സെറ്റാക്കി ഗായ്സ്. ഇനിയാണ് ഞാൻ ഈ ക്രാഫ്റ്റ് എടുത്ത് വെക്കുന്നത്. ഇത് കുറച്ച് റിസ്ക് ആയിട്ടുള്ള പരിപാടിയാണ്. കാരണം ഈ ബൾബ് ഒട്ടിക്കാൻ എൻ്റെ 16 അടവ് ഞാൻ പരീക്ഷിച്ച് നോക്കി. ബട്ട് അത് നടന്നില്ല. അതുകൊണ്ട് ഞാനതൊരു ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇങ്ങനെ വെച്ചേക്കുന്നതാണ്. പിന്നെ ബണ്ണും എന്തരം എയർ ഫ്രഷ്നറും ചാവിയും പിന്നെ ഒരു കവറും പിന്നെ ഡേറ്റ് കഴിഞ്ഞൊരു മോയ്സ്ചറൈസർ. ഇത് വല്ല ക്ലേയോ എന്തെങ്കിലും ഉണ്ടാക്കാൻ പോകുമ്പോഴത്തേക്ക് വല്ല ഫ്രാഗ്രൻസിന് വേണ്ടി വെക്കാമെന്നും പറഞ്ഞ് ഞാൻ വെച്ചേക്കാണ്. മാമാർത്തിന് നല്ല കിഡിലൻ ലോഷനാണ്, ബോഡി ലോഷൻ. അപ്പോൾ ഇതിൻ്റെ വേണമെങ്കിൽ ഒരു റിവ്യൂ ഞാൻ ചെയ്യാൻ പറ്റത് യൂസ് ചെയ്തു കഴിഞ്ഞു, എൻ്റെ ഡേറ്റും കഴിഞ്ഞു. അപ്പോൾ ഇത്തിരി ബാക്കിയുണ്ട്, അത് കളയാൻ പറ്റാത്തതിൻ്റെ വിഷമത്തിന് എനിക്കുള്ളത് എന്തിനാണ് കളയാൻ പോകുന്നതെന്നുള്ള ആലോചിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ അവിടെ തന്നെ വെച്ചു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു പന്ന സ്ക്രഞ്ചീസ് ഉണ്ടെന്ന്,
അതെടുത്ത് വീണ്ടും ചവറിന്റെ കൂടെ ഇട്ടു. അത് വലിഞ്ഞ് വലിഞ്ഞ് വലിഞ്ഞൊരു വള്ളി പോലായി. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പം എന്തെന്നില്ലാത്തൊരാശ്വാസമാണ്. നിങ്ങൾ ആ റൂമൊന്ന് നോക്കുന്നല്ലേ, തിളങ്ങുന്നില്ല, അത്രയ്ക്ക് വൃത്തിയായിട്ടുണ്ട്. പിന്നെ എൻ്റെ റൂമിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഈ റൂം വയ്ക്കപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് പേരയ്ക്ക പറിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇപ്പോൾ എനിക്ക് പറിക്കാൻ പറ്റുന്നത് മാങ്ങയാണ് സുഹൃത്തുക്കളെ. മാങ്ങ, അതും നല്ല വിളഞ്ഞു നിൽക്കുന്ന മാങ്ങ. ഇത് ഉടനെ തന്നെ ഞാൻ പറിക്കും. ബട്ട് എനിക്ക് വേണ്ടിയിട്ടല്ല, വീട്ടിൽ അച്ചാറിടാൻ, അത് വേറെ കാര്യം. പിന്നെ അപ്പുറത്തെ ജനലിലാണ് ഗായ്സ് എൻ്റെ ചെടികളുടെ ഒരു കൂമ്പാരമാണത്. കൂമ്പാരം പറയാതിരിക്കാൻ വയ്യ. ലക്കി ബാമ്പു, മണി പ്ലാൻ, ലക്കി ബാമ്പു. ഇത് തിരിച്ചും മറിച്ചും അപ്പുറത്തും ഇപ്പുറത്തും ഇട്ട് ഞാനത് പിച്ച് ചീന്തി ഞാൻ ഓരോരോരോ തൈകളാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു വലിയ ലക്കി ബാമ്പു ആണ് സുഹൃത്തുക്കളെ. പിന്നെ ഇതാണ് മണി പ്ലാൻ. ഞാനതെൻ്റെ ജനലിൽ പടർത്തി വിട്ടിരിക്കുന്നു. അപ്പം അതൊക്കെ പോട്ടെ. എന്തൊരു സന്തോഷത്തോടെയാണെന്നറിയോ ഞാൻ ഈ സംസാരിക്കുന്നത്. എനിക്ക് പറയാൻ വാക്കുകളില്ല, അത്രത്തോളം സന്തോഷമുണ്ട്. കാരണം ഞാൻ ഈ ലോങ് വീഡിയോ ഇടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് അത് എഡിറ്റ് ചെയ്യാൻ എന്തൊരു പാടാണെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഒരു 36 മിനിറ്റ് ഉണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്തൊരു 13 മിനിറ്റ് ആക്കുന്ന പാട് എനിക്കറിയാം. പിന്നെ ജനലൊക്കെ അടച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് ഇത്രയൊക്കെ ഉള്ളൂ സുഹൃത്തുക്കളെ. നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.